പരിശുദ്ധമായ മുഹറം 10 നമ്മിലേക്ക് കടന്നു വരികയാണല്ലേ. മുഹറം 10 നമ്മളിന്ന് പഠിക്കുന്ന ഈ ദിക്റ് ചൊല്ലിയാൽ ഈ കൊല്ലം നിങ്ങൾ മരിക്കില്ല എന്ന് ഇമാമിങ്ങൾ പഠിപ്പിച്ചതായി കാണാം. അതുപോലെ മുഹറം 9-ൻ്റെയും 10-ൻ്റെയും പ്രത്യേകതകൾ എന്താണ്, ആ നോമ്പിൻ്റെ നിയ്യത്തുകൾ എന്താണ്, ഇതൊക്കെ നമുക്ക് പഠിക്കണ്ടേ. അല്ലാഹു റബ്ബുൽ ആലമീൻ ജീവിതത്തിൽ അന്വർത്ഥമാക്കാൻ തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, പരിശുദ്ധമായ മുഹറം 10 നമ്മിലേക്ക് കടന്നു വരികയാണ്. മുഹറം 9-നും 10-നും വലിയ ശ്രേഷ്ഠതയുണ്ട്. അതെന്താണെന്ന് നമുക്ക് പഠിക്കണം. അതുപോലെ തന്നെ മുഹറം 10-ന് ഒരുപാട് അദ്കാറുകൾ നമുക്ക് പഠിക്കാനുണ്ട്. അക്കൂട്ടത്തിൽ ഇന്ന് നമ്മൾ പഠിക്കുന്ന ഒരു മനോഹരമായ ദിക്റുണ്ട്. ഈ ദിക്ർ നിങ്ങൾ മുഹറം 10-ൻ്റെ എന്ന് ചൊല്ലിയാൽ അക്കൊല്ലം മരിക്കില്ല, അല്ലെങ്കിൽ ഈ വർഷം നമ്മൾ മരിക്കില്ല എന്ന് പറഞ്ഞ ഇമാമിങ്ങളുമുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ചർച്ച ചെയ്യണം. മുഹറം 10 ഒരുപാട് പ്രത്യേകതകൾ സംഭവിച്ചിട്ടുണ്ട്, ഒരുപാട് പ്രത്യേകതകളുണ്ട്, അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഒരുപാട് നബിമാർ അവരുടെ പ്രയാസങ്ങളിൽ നിന്ന്, പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. അത്ഭുതങ്ങളുടെ സംഭവ ബഹുലമായ ചരിത്രം പറയാനുണ്ട് മുഹറം 10-ന്. നമുക്കറിയാം, മുഹറം 10-ൻ്റെ ചില പ്രത്യേകതകൾ മാത്രം ഞാനൊന്ന് പറഞ്ഞുതരാം. അല്ലാഹു റബ്ബുൽ ആലമീൻ ആകാശത്തിൻ്റെ സൃഷ്ടിപ്പ് തുടങ്ങിയത് മുഹറം 10-നാണത്രേ. മറ്റൊരു പ്രത്യേകത, ഭൂമിയുടെ സൃഷ്ടിപ്പല്ല തുടങ്ങിയത് മുഹറം 10-നാണത്രേ. അതുപോലെ തന്നെ അർശ്, കുർസി, ഖലം ഇതൊക്കെ അള്ളാഹു സൃഷ്ടിച്ചത് മുഹറം 10-നാണ്. അതുപോലെ റിസ്ഖ്, ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും ജീവജാലങ്ങൾക്കും അള്ളാഹു റിസ്ഖിനെ സൃഷ്ടിച്ചത് മുഹറം 10-നാണ്. ഈ ഭൂമിയിലേക്ക് അള്ളാഹു മഴ ആദ്യമായി വർഷിപ്പിച്ചത് മുഹറം 10-നാണ്. അതുപോലെ തന്നെ സസ്യങ്ങളെ അള്ളാഹ് മുളപ്പിച്ചു തുടങ്ങിയത് മുഹറം 10-നാണ്. സ്വർഗത്തെ അള്ളാഹു പടച്ചത് മുഹറം 10-നാണ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു സൃഷ്ടിക്കുന്നത് മുഹറം 10-നാണ്. ആദം നബിയുടെ തൗബ അള്ളാഹു സ്വീകരിച്ചത് മുഹറം 10-നാണ്. ആദം നബിയുടെ തൗബയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. തെറ്റ് ചെയ്തുവെന്നോ പുറത്താക്കപ്പെട്ടു എന്നൊക്കെ ആദം നബി അലൈഹി സ്വലാമിനെ കുറിച്ച് പറയലൊരു അതവുകേടായിട്ട് നമ്മൾ മനസ്സിലാക്കിയില്ലേ. നമ്മൾ കാര്യങ്ങളൊക്കെ വ്യക്തമായി വിശദീകരിച്ചതാണ്. അപ്പോൾ ആദം നബി അലൈഹി സ്വലാമിൻ്റെ തൗബ അള്ളാഹു സ്വീകരിച്ചത് മുഹറം 10-നാണ്. അതുപോലെ മഹാനായ ഷെയ്ഖുൽ അംബിയ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം 950 കൊല്ലം പ്രബോധനം നടത്തിയിട്ട് വളരെ വളരെ തുച്ഛം ആളുകളാണ് ഇസ്ലാമിലേക്ക് വന്നത്. 950 കൊല്ലം ചിന്തിച്ചു നോക്കണം നിങ്ങൾ. അത്രയും കൊല്ലക്കാലം ദഅവത്ത് നടത്തിയിട്ട് വളരെ വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ഇസ്ലാം സ്വീകരിച്ചത് അല്ലേ. അവിടുന്ന് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ ജനതയ്ക്ക് ശിക്ഷ ഇറങ്ങുന്ന വേളയിൽ അള്ളാഹു ജിബ്രീൽ മുഖേന കപ്പലിൻ്റെ രൂപം കാണിച്ചു കൊടുത്തു. അങ്ങനെ കപ്പലുണ്ടാക്കി. ആ കപ്പൽ ബിസ്മില്ലാ എന്ന് പറയുമ്പോൾ കപ്പലോടും, ബിസ്മില്ലാ എന്ന് പറയുമ്പോൾ കപ്പൽ നിൽക്കും. ഇപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഒരു 786 തവണ ഏത് കാര്യം നിയ്യത്താക്കി നമ്മളെ ചൊല്ലിയാലും അക്കാര്യം അള്ളാഹ് നടത്തി തരും. അപ്പം അങ്ങനെ നൂഹ് നബി അള്ളാഹ് രക്ഷപ്പെടുത്തിയത് മുഹറം 10-നാണ്. അതുപോലെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം നമ്രൂദ് ലഅനത്തുല്ലാഹി അലൈഹി ഇബ്രാഹിം നബിയെ തീകുണ്ടാരത്തിലേക്ക് വലിച്ചെറിയാണ് അല്ലേ. ആ സംഗതികളൊക്കെ വളരെ മനോഹരമായി അള്ളാഹുവിനോടുള്ള പ്രണയവുമായി കണക്ട് ചെയ്തൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാം തീകുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടു. ആ തീകുണ്ടാരം അള്ളാഹ് ഒരു കുളിരുള്ള ഇടമാക്കി മാറ്റിക്കൊടുത്തു, സുഖമുള്ള ഇടമാക്കി മാറ്റിക്കൊടുത്തു. അവിടെ നിന്ന് അള്ളാഹു ഇബ്രാഹിം നബിയെ രക്ഷിക്കുന്നത് മുഹറം 10-നാണ്. മഹാനായ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം യൂസുഫ് നബിയെ കാണാതായപ്പോൾ മുതൽ കരഞ്ഞ് 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 യാക്കൂബ് നബിയുടെ കണ്ണിൻ്റെ കാഴ്ച പോയി ഇല്ലേ. അങ്ങനെ പിന്നീട് യൂസുഫ് നബി മിസ്റിൻ്റെ അധികാരിയായി. സഹോദരങ്ങളുടെ കയ്യിൽ ഒരു തുണി കൊടുത്തു വിടുന്നുണ്ട്, അവിടുത്തെ കമീസ് ഊരി കൊടുത്തു വിടുന്നുണ്ട്. യൂസുഫ് നബിയുടെ കമീസ് കൊടുത്തു വിടുന്നുണ്ട്. അതിങ്ങനെ മുഖത്തേക്ക് അടുപ്പിച്ച് ബറക്കത്തെടുക്കുമ്പോൾ യാക്കൂബ് നബി അലൈഹി സ്വലാമിൻ്റെ കാഴ്ച തിരിച്ചു കിട്ടുന്നുണ്ട് അല്ലേ. ആ കാഴ്ച തിരിച്ചു കിട്ടുന്നത് മുഹറം 10-നാണ്. അതുപോലെ ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹിയിൽ നിന്ന് മഹാനായ കരീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം രക്ഷപ്പെടുന്നത് മുഹറം 10-നാണ്. അതുപോലെ തന്നെ ആഴക്കടലിൽ മത്സ്യത്തിൻ്റെ വയറ്റിനകത്ത് പെട്ടുപോയൊരു പ്രവാചകർ മഹാനായ നബിയുല്ലാഹി യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാം, ആ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു റബ്ബുൽ ആലമീൻ രക്ഷപ്പെടുത്തുന്നത് മുഹറം 10-നാണ്. ആഴക്കടലിലേക്ക് ആഴ്ന്നു പോയൊരു മനുഷ്യൻ, അത് മത്സ്യം വിഴുങ്ങുക കൂടെ ചെയ്തു. അതായത് എത്ര വലിയ പ്രതിസന്ധിയിൽ നിങ്ങൾ അകപ്പെട്ടാലും അള്ളാഹ് നിങ്ങളെ കൈവിടൂല. അതുകൊണ്ട് തന്നെ ആ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം രക്ഷപ്പെടാൻ കാരണമായൊരു ദിക്റുണ്ട്, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ഇത് നിങ്ങൾ അധികരിപ്പിക്കുക. കാരണം രക്ഷയുടെ ദിവസമാണ് മുഹറം 10. രക്ഷയുടെ ദിക്റാണ് ലാ ഇലാഹ ഇല്ലാ അൻത എന്ന ദിക്ർ. അങ്ങനെ യൂനുസ് നബി അള്ളാഹ് രക്ഷിക്കുന്നത് മുഹറം 10-നാണ്. അതുപോലെ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മാരകമായ രോഗങ്ങളാൽ പ്രയാസപ്പെട്ട് രോഗപീഠകൾ അനുഭവിച്ച് മക്കളും കുടുംബവും എല്ലാം മരണപ്പെട്ടു പോയി, എല്ലാം നശിച്ചു പോയി.
അള്ളാഹു എല്ലാം അവിടത്തേക്ക് തിരിച്ചു കൊടുത്ത് രക്ഷപ്പെടുത്തിയ ദിവസമാണ് മുഹറം 10. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരിക്കലും കുരിശിൽ തറക്കപ്പെട്ടിട്ടില്ല അല്ലേ? ഈസാ നബിയെ അള്ളാഹു ആകാശത്തേക്ക് ഉയർത്തിയത് മുഹറം 10-നാണ്. ഒരുപാട് മഹത്വങ്ങൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ സ്ഥാനം ഓൾറെഡി കൊടുത്തത്, അതിൻ്റെ പ്രഖ്യാപനമുണ്ടായത് മുഹറം 10-നാണ് അല്ലേ? ഷഫാഅത്തുൽ ഉളുമ എന്ന സ്ഥാനത്തിൻ്റെ പ്രഖ്യാപനമൊക്കെ ഉണ്ടായത് മുഹറം 10-നാണ്. അതുപോലെ തന്നെ ഒരു ഖിയാമത്ത് നാൾ സംഭവിക്കുന്നതും ഒരു വെള്ളിയാഴ്ച ദിവസം മുഹറം 10-നാണ്. ഇങ്ങനെ ഒരുപാട് മഹത്വങ്ങൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ടൊരു ദിവസമാണ് യഥാർത്ഥത്തിൽ മുഹറം 10 എന്നൊക്കെ പറയണത്. ഒരുപാട് അമ്പിയാക്കളുടെ പ്രയാസങ്ങളെ അള്ളാഹ് നീക്കി കൊടുത്തത് മുഹറം 10-നാണെങ്കിൽ നമ്മുടെ പ്രയാസങ്ങൾ മുഴുവൻ അള്ളാഹ് നീക്കി തരൂലേ? അപ്പോൾ ഈ ദിവസത്തെ പരിഗണിക്കാതെ പോകാൻ പറ്റില്ല. ഇബാദത്തുകൾ കൊണ്ട് ഭംഗിയാക്കണം. ഒരിക്കലും ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് ഇങ്ങനെ യാത്ര ചെയ്യാൻ അവിടെ ചെല്ലുമ്പോണ്ട് ഒരുപാട് ജൂതന്മാർ അന്നത്തെ ദിവസത്തിന് അവർ നോമ്പൊക്കെ പിടിച്ച് വല്ലാതെ പ്രത്യേകതകൾ കൽപ്പിക്കുന്നത് കണ്ടു. അപ്പോൾ ചോദിച്ചു, എന്താണ് ഇന്നത്തെ വിശേഷം? ഇന്ന് മൂസയെ ഫിറഔനിൽ നിന്ന് അള്ളാഹ് രക്ഷിച്ച ദിവസമാണ്. ഞങ്ങളുടെ നബിയായ മൂസയെ ഫിറഔനിൽ നിന്ന് അള്ളാഹു രക്ഷിച്ച ദിവസമാണ്. അപ്പോൾ അള്ളാഹിൻ്റെ ഹബീബ് പറയുന്നുണ്ട്, നഹ്നു അഹഖു വ ഔലാ ബി മൂസ മിൻകും, നിങ്ങളെക്കാൾ മൂസയോട് ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട് നിൽക്കുന്നത് ഞങ്ങളാണ്. അതുകൊണ്ട് മുഹറം 10 നോമ്പ് പിടിക്കണമെന്ന് മുസ്ലിങ്ങളോട് അള്ളാഹിൻ്റെ ഹബീബ് കൽപ്പിച്ചു. അതുമാത്രമല്ല, ലഇൻ ബഖീതു ഇലാ ഖാബിലിൻ ലഅസുമന്ന താസിഅ, അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ മുഹറം 9 ഞാൻ നോമ്പ് പിടിക്കും. ആ പറച്ചിലിൽ തന്നെയുണ്ട് എൻ്റെ ഹബീബ് അക്കൊല്ലം വഫാത്താകുമെന്ന ബോധ്യം. ഇല്ലേ? ഹബീബായ തങ്ങൾക്ക് അതൊക്കെ അറിയാൻ പറ്റുമല്ലോ, അള്ളാഹ് അറിയിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അടുത്ത കൊല്ലം ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ മുഹറം 9 നോമ്പ് പിടിക്കും. പക്ഷേ ഹബീബായ തങ്ങൾ വഫാത്തായി. പക്ഷേ റസൂൽ അങ്ങനെ പറഞ്ഞതുകൊണ്ട് തന്നെ മുഹറം 9 നോമ്പ് പിടിക്കൽ സുന്നത്താണ്. അപ്പോൾ അത് മാത്രമല്ല, ജൂതന്മാരിൽ നിന്ന് വ്യത്യസ്തപ്പെടാനും കൂടെ വേണ്ടിയിട്ടാണ്, വ്യത്യാസം ഉണ്ടാകാനും കൂടെ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ മുഹറം 9, 10, 11 കൂടെ ചേർത്ത് പിടിക്കൽ പ്രത്യേകം സുന്നത്തുണ്ട് എന്ന് മഹത്തുക്കൾ പറഞ്ഞതായിട്ട് കാണാം. അല്ലാഹു റബ്ബുൽ ആലമീൻ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ മുഹറം 9 അതുപോലെ തന്നെ മുഹറം 10 നോമ്പൊക്കെ പിടിക്കൽ വലിയ മഹത്വമുണ്ട്. മുഹറം 10 നോമ്പ് പിടിച്ചാൽ കഴിഞ്ഞ ഒരു വർഷത്തെ പാപങ്ങൾ അല്ലാഹു റബ്ബുൽ ആലമീൻ പുറത്തു തരുമെന്ന് സയ്യിദുന വ ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് കാണാം. ഏതായാലും ആ നോമ്പിൻ്റെ നിയ്യത്തുകൾ മനസ്സിലാക്കി വെക്കാം. സിമ്പിളാണ്. താസുആഇൻ്റെ, അതായത് മുഹറം 9 നിയ്യത്ത് എങ്ങനെയാണ്? 9 നോമ്പിൻ്റെ നിയ്യത്ത് സുന്നത്താക്കപ്പെട്ട മുഹറം 9 നോമ്പ് അല്ലാഹു തആലക്ക് വേണ്ടി നോറ്റുവിട്ടാൻ ഞാൻ കരുതി, അല്ലെങ്കിൽ സുന്നത്താക്കപ്പെട്ട താസുആ നോമ്പ് അല്ലാഹു തആലക്ക് വേണ്ടി നോറ്റുവിട്ടാൻ ഞാൻ കരുതി. നിയ്യത്ത് സിമ്പിളാണ്. അതുപോലെ തന്നെ ആശൂറായിൻ്റെതാണെങ്കിലോ സുന്നത്താക്കപ്പെട്ട ആശൂറ ദിനത്തിലെ നോമ്പ് അല്ലാഹു തആലക്ക് വേണ്ടി നോറ്റുവിട്ടുവാൻ ഞാൻ കരുതി. ഇത്രയേ ഉള്ളൂ. അക്കൂട്ടത്തിൽ ഫർള് നോമ്പ് അല്ലെങ്കിൽ നേർച്ചയായ നോമ്പ് നമുക്ക് ചേർത്ത് പിടിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ ചില ആളുകൾ ഉസ്താദെ ഞായറാഴ്ചയാണോ തിങ്കളാഴ്ചയാണോ ആശൂറ എന്നുള്ള കൺഫ്യൂഷനിലാണ്. അതായത് ഏത് കാളിയാണോ നിങ്ങൾ അംഗീകരിക്കുന്നത്? ഒരു കാളി പറഞ്ഞത് പ്രകാരം ഞായറാഴ്ച ആശുറ ആണ്, മറ്റൊരു കാളി പറഞ്ഞത് പ്രകാരം തിങ്കളാഴ്ച ആശുറ ആണ്. ഏത് കാളിയെ ആണോ നിങ്ങൾ അനുധാവനം ചെയ്യുന്നത് ആ കാളിയുടെ അഭിപ്രായത്തെ മാനിച്ച് നിങ്ങൾക്ക് ഞായറാഴ്ച ആശുറ ആചരിക്കുന്നവർക്ക് അങ്ങനെ, തിങ്കളാഴ്ച ആചരിക്കുന്നവർക്ക് അങ്ങനെ, ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ആരാധനകൾ അദ്കാറുകൾ കൊണ്ട് മനോഹരമാക്കേണ്ട ദിനരാത്രങ്ങളാണ്. ഞാൻ നിങ്ങൾക്കൊരു അത്ഭുത ദിക്ർ പഠിപ്പിച്ചു തരട്ടെ. ഈ ദിക്ർ ചൊല്ലിയാൽ ഈ വർഷം നിങ്ങൾ മരിക്കില്ല എന്ന് പോലും പറഞ്ഞ ഇമാമിങ്ങളുണ്ട്. അതായത് 2 അഭിപ്രായമാണ്. ഈ ദിക്ർ പ്രകാരം ചില ഇമാമിങ്ങൾ പറഞ്ഞു ഇത് ചൊല്ലിയാൽ നിങ്ങൾ ഈ കൊല്ലം മരിക്കില്ല. എന്നാൽ ചില ഇമാമിങ്ങൾ പറഞ്ഞു നിങ്ങളിത് ചൊല്ലിക്കഴിഞ്ഞാൽ ഈ കൊല്ലം നിങ്ങളുടെ ഹൃദയം മരിക്കില്ല എന്നാണ്. നമുക്ക് ഹൃദയം മരിക്കാതിരുന്നാൽ മതിയല്ലോ. ഹൃദയം മരിച്ചു പോയാൽ പിന്നെ നമുക്ക് അള്ളാനെ കിട്ടൂല. അപ്പോൾ ജീവനുള്ള കൽബിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണ്? അത് മുത്തുനബിയോട് ഇഷ്കുള്ള കൽബാകും, അള്ളാനെ തിരിച്ചറിയുന്ന കൽബാകും, ടെൻഷൻ ഇല്ലാത്ത സമാധാനം നിറഞ്ഞ കൽബാകും. 2 ആയാലും അടിപൊളിയാകണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഏതായാലും ആ ദുആ പഠിക്കണം. അതിൻ്റെ തെളിവുകളടക്കം നമുക്കൊന്ന് പഠിക്കാം. കൻസുൻ നജാഹി വസുറൂർ എന്ന് പറയുന്ന കിതാബിൽ മഹാനായ അബ്ദുൽ ഹമീദ് ശാഫിഈ റളിയല്ലാഹു അൻഹു അതിൻ്റെ 86-ാമത്തെ പേജിൽ ഈ ദുആ ഉദ്ധരിക്കുന്നുണ്ട്. ഏതായാലും നമുക്ക് ആ ദുആ ഒന്ന് പഠിക്കാം. അപ്പോൾ ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം, സമയമുണ്ടല്ലോ. അപ്പോൾ മുഹറം 10 ദിവസമാകുമ്പോഴേക്ക് ഈ ദുആ ശരിക്കും ഓതാൻ പഠിച്ചിട്ട് മനസ്സറിഞ്ഞ് നിങ്ങൾ ദുആ ഇറക്കണം. ഏതാണ് ദുആ നോക്കിയേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുബ്ഹാനല്ലാഹി മിൽഅൽ മീസാൻ വമുൻതഹൽ ഇൽമി വമബ്ലഗർ റിളാ വസിനത്തൽ അർശി വൽഹംദുലില്ലാഹി മിൽഅൽ മീസാനി വമുൻതഹൽ ഇൽമി വമബ്ലഗർ റിളാ വസിനത്തൽ അർശ് വല്ലാഹു അക്ബർ ملء الميزان منتهى العلم ومبلغ الرضا وزنة العرش لا ملجأ ولا منجا من الله إلا إليه سبحان الله
عدد الشفع والوتر وعدد كلمات الله التامات كلها والحمد لله عدد الشفع والوتر وعدد كلمات الله التامات كلها والله أكبر عدد الشفع والوتر وعدد كلمات الله التامات كلها أسألك السلام برحمتك يا أرحم الراحمين ولا حول ولا قوة إلا بالله العلي العظيم وصلى الله تعالى على سيدنا محمد وعلى آله وصحبه وسلم أجمعين والحمد لله رب العالمين. ഈ ദുആ മുഹറം 10 ഏറ്റവും ചുരുങ്ങിയത് ഒരു തവണയെങ്കിലും നിങ്ങൾ ചൊല്ലണം. പിന്നെ ഫിഖ്ഹി പണ്ഡിതന്മാർ എന്താണ് ഇതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞത്, അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ്. മഹാനായ സയ്യിദുൽ ബക്കരി റളിയല്ലാഹു അൻഹു ഈ ആനത്തു ത്വാലിബീൻ എന്ന ഗ്രന്ഥത്തിൽ അതിൻ്റെ 2-ാം വാള്യം 445-ാമത്തെ പേജിൽ നിങ്ങൾക്കിത് കാണാം. അത് ഫത്വൽ ബാരിയിൽ മഹാനായ ഇബ്നു ഹജർ തങ്ങൾ ഉദ്ധരിക്കുന്നതായിട്ടാണ് ബഹുമാനപ്പെട്ടവർ ഈ ദുആയെ കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ സുലൈമാനുൽ ജമൽ തങ്ങൾ ഹാഷിയത്തുൽ ജമലിൽ ഉദ്ധരിക്കുന്നത് കാണാം. മൻ ഖറഅ ഹാദ ദുആ ഫി യൗമി ആശൂറ, ആരെങ്കിലും ആശൂറ ദിനത്തിൽ ഈ ദുആ ഓതിയാൽ ലം യമുതു ഫീ സനത്തി, അവൻ ഈ കൊല്ലം മരിക്കില്ല. അപ്പോൾ ഹൃദയം മരിക്കില്ല എന്ന് പറഞ്ഞവരുണ്ട്, ഈ കൊല്ലം മരിക്കില്ല എന്ന് പറഞ്ഞവരുണ്ട്. അപ്പോൾ ഒരു ചോദ്യം, പിന്നെ എല്ലാ കൊല്ലം ആളുകൾക്ക് ഓതിയാൽ പോരെ എന്നാണ്. അവധി കഴിഞ്ഞാൽ നിങ്ങളിത് ഓതൂല, ഓതാനുള്ള തൗഫീക്ക് തരൂല, അങ്ങനെയുണ്ടല്ലോ. അവധി കഴിഞ്ഞാൽ പിന്നെ ഓതാൻ നിങ്ങൾക്ക് തൗഫീക്കും കിട്ടില്ല. അപ്പോൾ നമുക്ക് ആഫിയത്തുള്ള മരിക്കുന്ന കാലത്തോളം അല്ലെങ്കിൽ ജീവിക്കുന്ന കാലത്തോളം ആഫിയത്തുള്ള പെട്ടെന്നുള്ള അപകട മരണങ്ങളിൽ നിന്നൊക്കെ ഇത് കാവലാണ്. മാത്രമല്ല അള്ളാഹു ചിലപ്പോൾ അവൻ്റെ കാരുണ്യം കൊണ്ട് നമുക്ക് ദീർഘായുസ്സം തന്നേക്കാം. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ നമ്മളിത് ഓതുമ്പോൾ ഇഖ്ലാസ് വേണം, അത് മറ്റൊരു വിഷയമാണ്. ഓതിയത് കൊണ്ട് മരിക്കാതെ ഇരിക്കൂല, ഓതാത്തത് കൊണ്ട് മരിക്കുകയില്ല, അങ്ങനെയൊന്നും ആരും ചിന്തിക്കേണ്ട. സമയമെത്തിയാൽ മരിക്കും, അവൻ്റെ കാരുണ്യം കൊണ്ട് ചിലപ്പോൾ അല്ല ദീർഘായുസ്സം തന്നേക്കാം. അപ്പോൾ ഈ ദുആ ചൊല്ലിയാൽ ഒരു കൊല്ലം മരിക്കൂല എന്ന് പറഞ്ഞ ഇമാമിങ്ങളുണ്ട്. ഇനി ഹൃദയം മരിക്കൂല, ഹൃദയം ജീവനുണ്ടെങ്കിൽ തന്നെ സമാധാനവും സന്തോഷവും അടിപൊളിയായിട്ട് നമുക്ക് കിട്ടൂല. അതിലപ്പുറം എന്താ വേണ്ടത്? മനസ്സിലാവുന്നുണ്ടോ? അപ്പം അങ്ങനെ ജീവിക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഇഖ്ലാസ് പ്രധാനമാണ്. ഇഖ്ലാസോടുകൂടെ ഈ ദുആ ചൊല്ലുക, ദുആ പഠിച്ചു വെക്കുക, അന്വർത്ഥമാക്കുക. അള്ളാഹു റബ്ബുൽ ആലമീൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും നമ്മുടെ സദസ്സിലൊക്കെ കൃത്യമായിട്ട് പങ്കെടുക്കണം. സ്വബാഹുൽ ഖൈറിലും അല്ലാത്ത മജ്ലിസുകളിലൊക്കെ പങ്കെടുക്കുക. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.